എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. എപ്പോഴാ ഉറങ്ങിയെന്ന് അറിയില്ല സാറേ. എപ്പോഴായാലും 1 മണിക്കൂർ കൂടുതലൊന്നും നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. 2-2:30 ആവുന്നതുവരെയും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ടില്ല എന്ന്. ഞാനും കഷ്ടിച്ച് 2 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. ദേ അതിപ്പോ ഇയാൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കാരണം സാറിന്റെ ഉറക്കം പോയല്ലേ? ഇന്നു പോയ ഉറക്കത്തിന് മുതലും പലിശയും സഹിതം ഞങ്ങൾ ഉറങ്ങിക്കോളാമോ? ഇന്നലത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിന് ഫലമുണ്ടായാ മതി. താനൊന്ന് തിരിഞ്ഞു കിടന്നേ. അത് എടോ കൈകുത്തി മെല്ലെ ഒന്ന് തിരിയാൻ നോക്ക്. അയാൾക്ക് സ്വയം തിരിഞ്ഞു കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. തിരിഞ്ഞു കിടക്കണ്ണ. ആ ആ ആ ശ്രമിക്ക്. പറ്റും കണ്ണ. യെസ്. പതുക്കെ. ആ പൗർണമി ചന്ദ്രൻ ഇപ്പോഴും പുഞ്ചിരി തൂകി മുകളിൽ തന്നെ ഉണ്ടടോ, എല്ലാത്തിനും സാക്ഷിയായിട്ട്. താൻ ധൈര്യമായിട്ട് കിടക്കടോ. അതൊക്കെ നടക്കില്ല എന്ന് വിചാരിച്ച നടക്കില്ല. പക്ഷേ നടക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടന്നിരിക്കും. ഇനിയൊന്ന് ചാരിയിരിക്കാൻ നോക്കണ്ണ. യെസ് യെസ്. എടോ അമ്മയുടെ പിറന്നാളായിട്ട് അതിരാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയുമായിട്ട് ചിലപ്പോ മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും. ആ മകൾ അമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാകും ദൈവത്തോട് പറയുന്നത്. നിഷ്കളങ്കയായ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന എന്തായാലും ദൈവങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല. എടോ മാർക്കോ, തനിക്ക് സന്തോഷമായോ? അത് പറയണോ സാറേ? കണ്ണൻ സാറൊന്ന് കാലുറച്ച് ഇരിക്കുകയും എഴുന്നേറ്റ് നടക്കുകയും ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ നമുക്ക് എഴുന്നേൽപ്പിച്ചിരുത്താം. കൂട്ടുകാരന്റെ മാറ്റം എങ്ങനെയുണ്ടോ അനന്തു? ഈ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ പോലെ ഇവനെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാത്തിരിക്കുക. എടോ ഇനി അനന്തുവിനും ലേഖയ്ക്കും ഒപ്പം മഹാലക്ഷ്മിയും കൂട്ടി തനിക്കും ജർമ്മനിക്ക് പോകാമടോ. അങ്ങനൊരു ദിവസം വരുമടോ. അതൊക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രമല്ല തന്റെ ജീവിതത്തിലും ഉണ്ടാവും. നടക്കാത്ത കാര്യങ്ങളൊക്കെ താനിനി അനുഭവിച്ചറിയുമടോ.